There is something undeniably magical about traveling. നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും സങ്കടങ്ങളുമൊക്കെ മറക്കാൻ ഒരുപക്ഷെ ഒരു നല്ല യാത്ര മതി. അപ്പം മച്ചാന്മാരെ, ഏവർക്കും ട്രിപ്പ് ബോയ്സിന്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ വാഗമണ്ണിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻമലയിലേക്കാണ്. ഇത്ര നാൾ വാഗമണ്ണി ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും മുരുകൻമലയെ കുറിച്ച് ഞങ്ങൾ അധികം കേട്ടിട്ടില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു. മുരുകൻമല ഹിൽസ് എന്നും പറഞ്ഞൊരു അടിപൊളി നല്ലൊരു വീഡിയോ ആണ് അതിൻ്റെ അകത്ത് ഇട്ടേക്കണേ. അപ്പം ആ ഒരു വീഡിയോ വെച്ചാണ് നമ്മളിപ്പോൾ പോകണത് അങ്ങോട്ട്. അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കണ്ടാലോ. അപ്പം മച്ചാന്മാരെ, ഏവർക്കും ട്രിപ്പ് ബോയ്സിന്റെ ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് നമ്മൾ മുരുകൻമല കയറാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഈ നിൽക്കുന്നോളം വരെ വണ്ടി വരുള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്ന് കയറാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കണ്ടാലോ കാഴ്ചകൾ.
അപ്പോൾ മച്ചാന്മാരെ നമ്മളങ്ങനെ മുരുകന്മലയുടെ താഴെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം നിൽക്കുന്നത് കുരിശുമലയുടെ ഫ്രണ്ടിലാണ്. ഈ കുരിശുമലയുടെ ഓപ്പോസിറ്റ് ആണ് മുരുകന്മല. അപ്പം മോളിൽ കാണുന്നതാണ് മുരുകന്മല. അവിടെ നമുക്ക് നോക്കിയാൽ ചെറിയൊരു മയിലിൻ്റെ പ്രതിമയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ നമ്മളങ്ങനെ കയറി പകുതി എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബാക്കി കാണുന്നത് കുരിശുമലയുടെ ഏകദേശം ടോപ്പ് കാണാം. അതുപോലെ തന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ കുന്നും മലകളൊക്കെ ഉണ്ട്. പകുതി കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി അവിടെ എന്താ ഉള്ളതെന്ന് നമുക്ക് ശരിക്കും നോക്കാം. വാ. അപ്പോൾ നമ്മളങ്ങനെ കയറി മുകളിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടോ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാഴ്ചകളാണ്. രാവിലെയൊക്കെ ആണെങ്കിൽ ഇതിലെല്ലാം കോട കയറി ഇച്ചിരിയോടെ നല്ലതായിരിക്കും. അതുപോലെ വൈകുന്നേര സമയങ്ങളിലാണെങ്കിലും വന്നിരിക്കാൻ നല്ല പ്ലേസാണ്. കോട കയറിയിട്ട് മൂടി കിടക്കുന്ന അടിപൊളി സ്ഥലമാണിത്. അതുപോലെ തന്നെ ബാക്കിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചയുള്ള നല്ല സ്ഥലമാണിത്. ഇവിടെ അധികം ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല. കൂടുതലും പേര് അറിഞ്ഞു തന്നെ ഉള്ളൂ. ഞങ്ങളാണേലും ഇൻസ്റ്റയിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം. പറഞ്ഞാൽ ഞങ്ങൾ കുരിശുമല കയറാൻ വരുന്നതാണെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. താഴെ നോക്കുമ്പോൾ മുകളിലൊരു മയിലിൻ്റെ രൂപയൊക്കെ കണ്ട് ചെറിയൊരു ക്ഷേത്രത്തിന് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു നല്ല പ്ലേസാണെന്ന് നമ്മൾ ഓർത്തില്ല. നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വരണം. ഇത് ഞങ്ങൾ വന്നത് ശരിക്കും പാലായിന്ന് ഈരാട്ടുപേട്ടയും തീക്കോയി, അവിടുന്ന് നേരെ വാഗമൺ റൂട്ട് വന്നിട്ട് കുരിശുമലയ്ക്കുള്ള വഴി കയറി ഒരു 1.5 കിലോമീറ്ററോളം കയറി വരുമ്പോഴാണ് മുരുകന്മല. അവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം നടന്ന് മുകളിലേക്ക് കയറണം. അപ്പോഴാണ് കറക്റ്റ് സ്പോട്ട് നമ്മൾ എത്തുന്നത്. നമ്മൾ കയറി വരുമ്പോഴത്തേനും ചെറിയൊരു മയിലിൻ്റെ രൂപമുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ മുരുകൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് പോരുമ്പോഴാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ കയറി നിന്നാൽ നല്ല കാറ്റുമുണ്ട്. അതുപോലെ തന്നെ താഴത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. അപ്പം ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പാണ്. അതുപോലെ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ നെതിലെയാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് കയറിയിട്ട് ഇതിലൊരു ചെറിയൊരു കാട് പോലെയുണ്ട്. അതിൻ്റെ അകത്ത് കൂടെ കയറി വേണം നമ്മൾ ഈ മുകളിലേക്ക് കയറാൻ. ഈ പാറയിലേക്ക് കയറുന്ന ഒരു ഇച്ചിരി റിസ്ക്കാണ്. അവിടെ വരുമ്പോൾ കയറിപ്പോരാൻ ഇച്ചിരി പാടാണ്. ചെരുപ്പ് നോക്കിയില്ലെങ്കിൽ തന്നെ നമ്മൾ നേരെ താഴത്ത് പോകും. പക്ഷേ കയറി മുകളിലെത്തിയാൽ സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളിലെ പൂജയുള്ളതെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് പൂട്ടി കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയിലൂടെ വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ മച്ചാന്മാരെ നമ്മളങ്ങനെ കയറി മുരുകന്മലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡും നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ കാണാം അങ്ങ് ഏരിയ അങ്ങ് നീണ്ട് കിടക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളുണ്ട്. അങ്ങേറ്റത്തൊക്കെ അത്യാവശ്യം കോടയൊക്കെ ഉണ്ട്. നമുക്കിപ്പം ഈ സമയം കൊണ്ട് ഇവിടെ അത്യാവശ്യം വെയിലുണ്ട്, എന്നാലും നല്ല കാറ്റ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ക്ഷീണമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു
ഫീലിങ്സ് ആണ്. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കാഴ്ചയുണ്ട്, രണ്ട് സൈഡ് നല്ല കാഴ്ചയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും കയറേണ്ടത് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ കൂടെ വന്നവരൊക്കെ ഓടിപ്പടിച്ച് മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കണ്ടാലോ. അപ്പം ബാക്കിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ മുകളിലേക്ക് കയറുവാണ്. ഇതിൻ്റെ ടോപ്പുണ്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുവാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് കാറ്റടിക്കുന്നതോടെ നമുക്ക് ഫീലിങ്സ് കൂടും, കാരണം കയറി വന്ന മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളുണ്ടല്ലോ, നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. അപ്പോൾ മച്ചന്മാരെ, ഏവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ മുരുകന്മലയായിരുന്നു. അപ്പോൾ മുരുകന്മലയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ട്രിപ്പ് ബോയ്സിൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും വരെ ഏവർക്കും ബൈ.